ഇറങ്ങിക്കോട്ടെ? ഏയ് അതൊന്നും വേണ്ട. പ്ലീസ് അമ്മേ. നിങ്ങൾ അവിടെ കളിക്കുമ്പോ എങ്ങാനും കിണർക്ക് വീണാലോ? നീ ഇനി എത്ര പ്ലീസ് പറഞ്ഞിട്ടും കാര്യമില്ല. പ്ലീസ് അമ്മേ, ഞാൻ അവരെ നോക്കിക്കോളാം. അമ്മേ, ഞങ്ങൾ കിണറ്റിലേക്ക് വീഴൊന്നുമില്ല. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്. അച്ഛൻ അത്ര സമ്മതിക്കൂല. എന്താ ഇവിടെ ഒരു പ്ലീസ് ഒക്കെ? ഇവർക്ക് 3 പേർക്കും കിണറിന്റെ സൈഡിൽ പോയി കളിക്കണത്രേ. ആ അതിനെന്താ? അവരെങ്ങാനും കിണറിൽ വീണാലോ? അവര് വീഴൂല. അച്ഛൻ തന്നെയാണത് പറയണത്. അതെന്താ നിങ്ങൾക്കൊരു സംശയം? ഏയ് ഒന്നുമില്ല. നിങ്ങൾ പോയി കിണറ്റിന്റെ സൈഡിൽ കളിച്ചോ. നിങ്ങളാണ് ഇവർ അവിടെ ഇവിടേക്ക് കളിക്കാൻ വിടണത്. മക്കളല്ലേ, അവര് പൊയ്ക്കോട്ടെ. എന്നാ ഞങ്ങൾ പോവാണമ്മ. നിങ്ങൾ എന്തിനാ കുട്ടികളെ അവിടേക്കും ഇവിടേക്ക് കളിക്കാൻ വിടണത്? അവര് കുട്ടികളല്ലേ, കളിച്ചോട്ടെ. നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഓരോ വാർത്ത കേൾക്കണതല്ലേ. അങ്ങനൊന്നും ഉണ്ടാവൂല. എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പോവും അടുക്കളേക്ക്. അച്ഛൻ വന്നോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. ശരിയാ. ഇല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അമ്മനോട് കെഞ്ചിരിക്കേണ്ടി വരും. ചേച്ചി, ഞാൻ അങ്ങോട്ട് പോവാണ്. എടാ, നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. എന്നാ ശരി. കിണർക്കൊന്ന് നോക്കിയാലോ? ആഴുണ്ടോന്ന് അറിയാലോ. ഇത്ര ആഴുണ്ടോ? ഞാൻ തല കറങ്ങിപ്പോ വീഴും. കണ്ടിട്ടിറങ്ങിയിട്ട് കുളിക്കാനും തോന്നുന്നുണ്ട്. നല്ല തണുത്ത വെള്ളാന്ന് തോന്നുന്നു. ഈ ചൂടത്ത് കുളിക്കാൻ നല്ല രസമുണ്ടാവും. അയ്യോ എടി പിങ്കി, ഇക്രു വെള്ളത്തിൽ വീണു. അയ്യോ, ഇനി എന്താ ചെയ്യാ? നമുക്ക് അവരൊന്ന് വിളിച്ചു നോക്കിയാലോ? പിന്നെ വെള്ളത്തിൽ കിടക്കണ അവനല്ലേ നമ്മളെ വിളിയേക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാ? അമ്മ നമ്മളോട് അപ്പളേ പറഞ്ഞത് ഇങ്ങനൊക്കെ ഉണ്ടാകുന്ന്. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. എങ്കി ഇപ്പൊ ഇങ്ങനൊന്നും ഉണ്ടാവൂലായിരുന്നു. എടി, നീ പോയി വേഗം അച്ഛനെയും അമ്മനെയും വിളിച്ചിട്ട് വാ. അച്ഛാ, അമ്മേ. നീ ഇവിടെ നിന്ന് വിളിക്കാതെ വേഗം അവിടെ പോയി വിളിച്ചിട്ട് വാ. എടാ ഇക്രു, നിനക്ക് ഞാൻ പറഞ്ഞത് കേക്കാണ്ടോ? എന്താ മോളെ പറ്റിയത്? എന്തിനാ ഞങ്ങളെ വിളിച്ചത്? അത് പിന്നെ അച്ഛാ. വേഗം പറ. അച്ഛാ, ഇക്രു കിണറ്റി വീണു. അയ്യോ, നീ ഒന്ന് മാറിക്കേ, ഞാൻ നോക്കട്ടെ. അയ്യോ മോളെ, ഇക്രുവിന് എന്താ പറ്റിയത്? അവൻ എവിടെ? അതമ്മ, അവൻ കിണറ്റി വീണു. അയ്യോ ചേട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, ഞാൻ ആളെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ വരും. നിങ്ങളൊന്ന് മാറിക്കോ, ഞാൻ നോക്കട്ടെ. അയ്യോ, ഇനി അവൻക്ക് എന്തെങ്കിലും പറ്റുമോ? നീ വിഷമിക്കണ്ട, അവരിപ്പോ വരും. ഇക്രൂനൊന്നും പറ്റിയിട്ടുണ്ടാവൂല. ഇക്രൂനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കൂലല്ലേ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടാവൂല. അച്ഛനും അമ്മ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കണല്ലോ. എടി, ഫോൺ അടിക്കുന്നുണ്ടല്ലോ, നീ ചെന്ന് നോക്ക്. ഞാൻ നോക്കിയിട്ട് വരാം. എടി, അമ്മയാണ് വിളിച്ചത്. ഇക്രൂന് കുഴപ്പമൊന്നുമില്ല. അവരെപ്പോഴാ വരിക? അവര് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിക്കണു. എന്തായാലും ഇപ്പോഴാണ് സമാധാനം ആയത്. എനിക്കും